खुद से जुदा कर हो जाएंगे तो खुद से हो जाएंगे जुदा क्योंकि तुम ही हो अब तुम ही हो जिंदगी अब तुम ही हो ओ चैन भी मेरा दर्द भी मेरी आशिकी अब तुम എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞങ്ങളെ ഇങ്ങനത്തെ ഒരു രൂപത്തിൽ നിങ്ങൾ ആരും മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല, ഇനി അങ്ങോട്ട് കാണുകയുമില്ല എന്ന് ഞങ്ങൾക്ക് വളരെ കൃത്യമായി അറിയുന്നത് കൊണ്ട് ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഞങ്ങളുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് എക്സ്പ്ലോർ വിത്ത് 2 സ്പോൺസർ ചെയ്യുന്ന കസഖിസ്ഥാൻ അൽമാട്ടി ട്രിപ്പിലാണ്. അപ്പോൾ അൽമാട്ടിയിലേക്ക് ഞാൻ ആദ്യം വരികയാണ്. നിഹാൽ ആദ്യമായിട്ട് വരികയാണ്. ഷാനു ആ പൊലിവ് കണ്ടാൽ തന്നെ അറിയാം ആദ്യമായിട്ട് വരികയാണ്. ഇതാരാണ്? നോക്കട്ടെ, ജിംഷാദ് സ്റ്റൈലാക്കാൻ വേണ്ടിട്ടേ ഈ പെൺകുട്ടികളെ ആ പാസ്പോർട്ട് എടുത്തോ അതുപിടി അതുവരെ ഇത് പിടി എടുത്തോ ജിംഷാദ് സ്റ്റൈലാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തിരിക്കണ അറിയാം, പെൺകുട്ടികൾ പാസ്പോർട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരു പൊതിയുണ്ട്. ഞാൻ ചോദിച്ചു ജിംഷാനോട് പാസ്പോർട്ട് എടുത്തിട്ടില്ല, അപ്പോൾ ഞങ്ങളൊക്കെ പാസ്പോർട്ട് കവറില്ലാതെ എടുത്തേക്കാം. അപ്പോൾ ജിംഷാന് മാത്രം ഒരു പച്ച കവറിൽ ചെറിയ തെളുക്കം സെറ്റപ്പൊക്കെ ആയിട്ട് പെൺകുട്ടികൾ പാസ്പോർട്ട് പോയി നടക്കണ പോലെ കൊടുക്കും. അപ്പോൾ ഇതെന്താ സംഭവം, അതിൽ ഓൻ കൊടുത്ത പൊതിമുണ്ട് പേര് ജിമ്മേ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ജിംഷാൻ്റെ ഒക്കെ പൊലിവ് വാനോളം പൊലിവിലാണ് വരുന്നത്. അപ്പോൾ ജിംഷാ എന്തായിട്ടേക്കാം, അപ്പോൾ അന്യനാട്ടിലേക്ക് ട്രിപ്പ് പോകണതിന് വേണ്ടിയിട്ട് അന്യനാട്ടുകാരനാണ് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാ പച്ച കളറിൽ ഇങ്ങനെ കുതിരയും കിരീടൊക്കെ ഉള്ള അവിടെ ജിംഷാദ് ഒന്നും കൊടുക്കാതെ ജമ്മേ എന്നാണ് കൊടുത്തു. ജിമ്മിന്റെ ബോർഡിംഗ് പാസ്. അപ്പോൾ ജിമ്മി ഇതിലാണ് പാസ്പോർട്ട് പോയിന് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കാണികളേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന അൽമാട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷബാനോട് വരൂ. അപ്പോൾ ഇത്രയും മനോഹരമായ ഈ രാജ്യത്തേക്ക് ഞങ്ങളെ ഇനീഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുവന്നത് ഈ കാണുന്ന ഒരു ഉരുക്കു വനിതയാണ് ഷബാനു അൽമാട്ടിയാണ് നമ്മളെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഷബാനു പെരിന്തൽമണ്ണ സ്വദേശിയാണ്. വന്നപ്പോൾ തന്നെ ഞങ്ങളൊരു ബൊക്കൊക്കെ ഇട്ട് സ്വീകരിക്കാനാണ് എയർപോർട്ടിലേക്ക് വന്നത്. പക്ഷെ എന്ത് ചെയ്തില്ല, അപ്പോൾ ഞങ്ങൾ ആരുടെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ടും നമുക്ക് കറക്റ്റ് ടൈമിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പാവം അപ്പോൾ വളരെ സങ്കടത്തിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ബൊക്ക പിടിച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തണുപ്പുള്ളതുകൊണ്ടൊക്കെ ആ ഫ്രഷ് ഫ്ലവേഴ്സ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഷബാനു ഈ ചെടി ഈ പൂവിന്റെ പേരെന്താണ്? ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ജമന്തി പൂ ആണ് ഇവിടുത്തെ. അതായത് ഉസ്ബെക്കിസ്ഥാനിയൻ ഇവിടുത്തെ പേരെന്താ പറയാ, കസക്കിസ്ഥാനിയൻ ജമന്തി പൂ വിഭാഗങ്ങളിൽ പെട്ടൊരു പൂവിലാണ് നമുക്ക് സ്വീകരണം നൽകിയിട്ടുള്ളത്. അപ്പം ഞങ്ങളിന്ന് സ്വീകരണമൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് ഒരു നാട്ടിൽ നിന്ന് ഒരു 4 മണിക്കൂർ, പിന്നെ ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് ഉള്ളൊരു 4-8 മണിക്കൂർ ട്രാവലൊക്കെ കഴിഞ്ഞ് 4-8 മണിക്കൂർ നമ്മൾ കൃത്യമായിട്ട് കടന്നുറങ്ങി ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ. അങ്ങനെ ഇവിടെ എത്തിയിട്ട് വീണ്ടും ശബനു അനുവദിച്ചത് കൊണ്ട് ഒരു 2 മണിക്കൂറും കൂടി ഞങ്ങൾ കടന്നുറങ്ങി. പിന്നെ ഒരു 6 മണിയായപ്പോൾ ഞങ്ങളെല്ലാവരും ശബനു നീപ്പിച്ച് എല്ലാവരും നീച്ചോളി നമുക്കൊരു സ്ഥലം വരെ പോകാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഇന്ന് ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റ് ആയിട്ടുള്ള അർബാത്ത് സ്ട്രീറ്റ്. അപ്പോൾ ഞങ്ങൾ ബേസിക്കലി സ്ട്രീറ്റ് ലവേഴ്സാണ്, സ്ട്രീറ്റ് ഫുഡ് ലവേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, വന്നപ്പോൾ തന്നെ പറഞ്ഞു ജിംഷാദൊക്കെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ, സ്ട്രീറ്റ് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് സ്ട്രീറ്റ് ആയിട്ടുള്ള അർബാത്ത് സ്ട്രീറ്റിലേക്ക് നമ്മൾ പോകണം. അതിന് മുമ്പേ നമുക്ക് ഇവരിവിടെ ചായയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കുട്ടികളെ ഇതിൽ ചായ ഉണ്ടാക്കി പഞ്ചസാരയൊക്കെ വേണ്ട പോലെ ഇടാം, പിന്നെ എക്ലയർ, പിന്നെ കൊശ, പിന്നെ ഇതെന്താ അപ്പം അപ്പൊ ഇത് ഈ സാധനങ്ങളൊക്കെ അപ്പം ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇവർ ഓരോരുത്തരാണ് ഉണ്ടാക്കി തന്നത്. അപ്പം ഇതാണ് നമ്മളെ സെറ്റപ്പ്. നമ്മളെ റൂം ടൂർ ഉണ്ടാവും, കാരണം നമ്മളെ വീടിന്റെ ഹോം ടൂർ നമുക്ക് ചെയ്യാൻ എന്തായാലും പറ്റണില്ല. അപ്പോൾ നമ്മളെ റൂം ടൂർ, അതായത് കസക്കിസ്ഥാനിയൻ റൂം ടൂറും നമ്മളെ ചാനലിൽ വേഗം അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്
എക്സ്പ്ലോർ വിത്ത് 2 വേ ആണ്. അപ്പോൾ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ ഓരോ പേജും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ ഒരുപാട് പേര് ഫാമിലി കാണുന്നവരുണ്ട്, GCCന്ന് കാണുന്നവരുണ്ടാവും, സൗദി, ദുബായ്, ഓരോ സ്ഥലത്തു നിന്ന് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ നിങ്ങൾ കസക്കിസ്ഥാൻ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ നമ്പറിൽ വിളിക്കാം, കോൺടാക്ട് ചെയ്യാം. നിങ്ങളെ ട്രിപ്സും കാര്യങ്ങളും അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഇനി നമ്മളെ ട്രിപ്പ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇനി നേരെ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഞാൻ നാട്ടിൽ നിന്നുണ്ടല്ലോ മോട്ടറായി വന്നിട്ടൊരു പൊട്ടൻ ജാക്കറ്റൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ടൊരു പാവത്തിൻ്റെ ജാക്കറ്റാണ് ഞാൻ പിടിച്ചത്. പിന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ ജാക്കറ്റ് എനിക്ക് തരാം, എൻ്റെ ജാക്കറ്റ് എനിക്ക് ചോദിച്ചു. അപ്പോൾ ആളൊരു പാവമായോണ്ട് തന്നെ പറഞ്ഞു ഒറ്റയടിക്ക് ഓക്കെ പറഞ്ഞു. അങ്ങനെ അവൻ്റെ ജാക്കറ്റോ എനിക്ക് തന്നു. അതാണ് ഈ ജാക്കറ്റ്. അപ്പോൾ ഞങ്ങൾ ഫുള്ള് തെർമലൊക്കെ ഇട്ട് സെറ്റായിട്ടാണുള്ളത്. തെർമലൊക്കെ ഇട്ട് ഉള്ളിൽ ഇതാ ഞാൻ എന്താ കാണിച്ചു വലിയ ജിമ്മി 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 തെർമലൊരു അടിയിലില്ലെങ്കിലുണ്ടല്ലോ അപ്പൊ വ്ളോഗ് സെൻസർ ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പം ജിമ്മിയും ടീമും ഞങ്ങൾ പരിവാരങ്ങളെല്ലാവരും അർബാത്ത് സ്ട്രീറ്റിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിതിൻ്റെ തുടരെ ഇങ്ങനെ കാണാം. അപ്പോൾ ദാ നമ്മൾ സ്ട്രീറ്റിൽ പോകാൻ വരികയാണ്. നിഹാൽ, യു റെഡി? ദെൻ കം എൻജോയ് ദിസ് നോളജ്. ഹേയ് ഇത് നോക്കൂട്ടോ. കണ്ണൊക്കെ ഇപ്പൊ തന്നെ കാഴ്ചന്റെ പകുതി കുറഞ്ഞിട്ടാ. പേരും തണുപ്പുണ്ട് ഇവിടെ. ഇവിടെ തണുപ്പിട്ടാ. ജിമ്മി കം ഓൺ. ജിമ്മി സ്നോ എൻജോയ് ചെയ്യുന്നത് ഇപ്പൊ കാണിച്ചു തരാം. ജിമ്മി ഈസ് കമ്മിങ്. ജിമ്മി വരൂ. ജിമ്മി ഇവിടെ ഊതി വിടൂ. ജിമ്മി ജിമ്മി ചെയ്യൂ. ഓ പുകക്ക് വേദനിച്ചാലോ. ഉള്ളിക്കല്ല പുറത്തേക്ക് ഊത്. ഇങ്ങനെ കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചു അപ്പൊ കൊറേ ഉണ്ടാവും. എടാ ലിബാമ എവിടെ കിട്ടുക? നിങ്ങളൊക്കെ കിട്ടുന്ന ഒരു ലിബാമ എടുത്തോ. ഷാനു വാ. ഇങ്ങനെ എയർ ശ്വസിച്ച് അങ്ങനെ അതിൽ കാണുന്നുണ്ടോ? ഓ സെറ്റ്. അപ്പൊ നമ്മള് ഇനി സ്ട്രീറ്റിലേക്ക് പോകാൻ പോവുകയാണ്. എന്താവും നല്ലാക്കറിയട്ടാ. ഇത്ര തണുപ്പില് മുമ്പേ നമ്മൾ നിന്നിട്ടില്ല. കയ്യ സീനാണ്. ഞാൻ പോയി ഗ്ലൗസ് എടുക്കട്ടെ കേട്ടോ. ഗ്ലൗസ് എടുത്തിട്ട് വരാം. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മള് ഇവരെ ഓരോ സ്ട്രീറ്റും കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും തണുത്ത് പിണ്ടിയായിക്കട്ടോ. പിടുത്തം വിട്ടാണ്. വേരി പോവാ. ജിമ്മി ക്യാമറക്കുള്ളിലൂടെ ദൃശ്യങ്ങൾ പകർത്തുന്നത് ചക്കാലക്കുത്ത് സ്വദേശി ജിമ്മി പേഴ്സണലി ജിംഷാദ് എന്ന പേരിൽ ഉള്ള വ്യക്തിയാണെങ്കിലും അന്യനാട്ടിൽ പോകുമ്പോൾ ജിമ്മി എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതൊരു കൊറിയൻ മൂവിയിൽ ഗാങ്സ്റ്റേഴ്സ് പോണ പോലെ ഉണ്ട്. ടൂൺ 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 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏതോ ലോക്കലിനെ പിടിച്ച് തച്ചിരുന്നുണ്ട്. ആ കടി തിരിച്ച് നാട്ടിക്ക് ഡീപ്പോട്ടും കിട്ടി പോകേണ്ടി വരും. വരൂ. അപ്പോൾ അതാ ഏകദേശം പൂതിയൊക്കെ കഴിഞ്ഞ് തണുപ്പ് കണ്ട എല്ലാവരും തണുത്തൊട്ടിക്കണ്ട. ആകെ സീനായി. എന്താണ് ശ്വാസം ഇങ്ങനെ എടുത്ത് വിടുന്നുണ്ട്. ശ്വാസം വിടണ വരെ മഞ്ഞിന്റെ രൂപത്തിലാണ് ഇവിടെ പുറത്ത് വരുന്നത്. നമുക്കിനി എത്ര ഉണ്ട് സ്ട്രീറ്റിക്ക്? ഈ നിലാവെളിച്ചം കാണുന്ന അവിടുന്ന് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഫുള്ള് സ്ട്രീറ്റാണ്. പൊട്ടന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ നാട്ടിലെക്കാട്ടിലും ബെറ്റർ ആണെന്ന് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ കുറേ ടീം നമ്മളെക്കാട്ടിലും പ്രായമുണ്ട്. നമ്മളൊക്കെ കാക്കമാരെ പ്രായമുണ്ട്. ഒരു 30-35 വയസ്സിൽ എല്ലാവരും ചുറ്റും നിൽക്കണേ. അപ്പം ഞാനിത് വലിയ മീറ്റിംഗ് ആണ്. അതിൽ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും ഉയരത്തിൽ തുപ്പുക. ഏറ്റവും ഉയരത്തിൽ തുപ്പിയിട്ട് നിലത്തേക്ക് ചാടുന്ന ആരത്. അപ്പം ഞാൻ അന്തം വിട്ടു. നമ്മളെ നാട്ടിലില്ലാത്ത കളികളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ കുതിരവിടലൊക്കെ എല്ലാ നാട്ടിലും അതിൻ്റെതായ രൂപത്തിൽ നടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ
അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എല്ലാ നാട്ടിലും ഓലതായ രീതിയിലുള്ള കുതിരവിടലുകളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടുത്തെ സ്ട്രീറ്റിലെത്തി. നമ്മളെ പോലെ ഒരു പാട്ടുകാരൻ പാടുന്നുണ്ട്. അപ്പോൾ മൂപ്പരെ പാട്ട് കേട്ട് ഇവിടെ എല്ലാവരും ആസ്വദിച്ചിരിക്കണം. അത് കാണിച്ചു കൊടുത്താൽ മൂപ്പരെ പാട്ട്. ഇപ്പൊ ഞാൻ സമ്മതിച്ചെന്താ അറിയോ, ഈ തണുപ്പത്ത് ഇപ്പൊ ഇങ്ങനെ പാടാം. എനിക്ക് തണുപ്പത്ത് ഇങ്ങനെ പാടാൻ വയ്ക്കൂല. ഓ ശബൻ ഇവിടെ പാടി ശീലായി കാണും. ഗിറ്റാറൊക്കെ ഈ തണുപ്പത്ത് കൈ മരവിക്കൂലേ. ഈ പാട്ട് ഞാൻ പൗതി പഠിച്ചു. എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളെ ചെക്കന്മാരെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പം എനിക്കൊരു കഴിഞ്ഞ ഞാൻ പാട്ട് പാടുന്ന ടൈം മുതൽ അറിയാം റോഷനെ. അപ്പൊ ഇവിടെ MBBS പഠിക്കാണ്. എങ്ങനെ പോണ എന്റെ ഇവിടുത്തെ ജീവിതം? നല്ല രീതിയിൽ നല്ല ഉഷാറാക്കി എൻജോയ് ചെയ്ത് പോകണം. അപ്പൊ ഞാൻ ലൈക്ക് പാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം മുതൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്യണവരാണ്. അതുപോലെ നമുക്ക് കാണാൻ പറ്റിയ സന്തോഷം. നമ്മളെ കാണാൻ വേണ്ടി ഇവിടുന്ന് എവിടുന്നോ വന്നതാണ്. എങ്ങനെ ഇവിടെ ഈ തണുപ്പൊക്കെ സർവൈവ് ചെയ്ത് പോകണ്ടോ? ഇവിടെ നിങ്ങൾ ഗ്ലൗസ് ഇട്ടിരിക്കണേ, ഞാൻ ഗ്ലൗസ് ഇടാണ്ടിരിക്കണ. അപ്പൊ സീനില്ല, ശീലായി. ശബാനും ബെൽക്കൊക്കെ എന്താ വെച്ചാല് ബെൽക്ക് തണുപ്പ് ശീലായി. നമ്മളങ്ങനല്ല. ആ ഷാബനേ എന്നെ പാട്ടോട് ഞാൻ പോവാ. എനിക്ക് ഈ ഭാഷയിൽ പാടാറില്ല. പോവാ വേണ്ട. ഞാനല്ല എങ്ങനെ പാടുക. പ്രൊഫൈലൊക്കെ എടാ നമ്മള് അവിടെ പാടി ഇവിടെ വന്ന് എങ്ങനെ പാടാനാ? മൂപ്പരോ? अब तुम ही हो जिंदगी, अब तुम ही हो चैन भी, मेरा दर्द थी मेरी आशिकी, अब तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो ओ चैन भी, मेरा दर्द थी मेरी आशिकी, अब तुम ही हो. അങ്ങനെയല്ല ബുദ്ധേ. തും ഹി ഹോ തും ഹി. ഞാനൊരു ചലഞ്ച് എനിക്ക് പാടാൻ കുഴപ്പമില്ല. ശബനോ ഇവള് ഉത്സവ കമ്മിറ്റി വന്ന് ഞാല് കിട്ടിയ ഗ്യാപ്പില് ഏതോ കസക്ക് കുട്ടിക്ക് പോയി കണ്ടേ എന്റെ ഇപ്പൊ ഡാൻസ് കളിക്കണേ. ഓ You know English? Slavic. Like from where will we start? Okay. Родной, onu asık baytar tuğur. Asık baytar tuğur. We'll start singing. हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा, खुद से जुदा कर हो जाएंगे तो खुद से हो जाएंगे जुदा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो ओ चैन भी, मेरा दर्द थी मेरी
है जीते तुझको सुना मेरा न हो तेरे बिना अरे सांस बिना क्योंकि तुम ही हो अब तुम ही हो जिंदगी अब तुम ही हो ओ चैन मेरा दर्द की मेरी आशिकी अब तुम ही हो Thank you so much, my friend. Thank you so much. 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 എടുത്തോ. അപ്പം ഇവിടുത്തെ യുവാക്കൾക്ക് കുതിര വിടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കസക്കിസ്ഥാൻ ഗവൺമെന്റ് തന്നെ നിർമ്മിച്ചു. കുതിര വിടാറിനപ്പോ കുതിര വിട്ടു പോകുന്നതോ ബാക്കിൽ അപ്പൊ കുതിര വിടാന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ബാക്കിൽ ഇത്രയും കുതിര വിട്ടായില്ല പോകുന്നുണ്ട് ഒരാള്. കുതിര അപ്പൊ കസക്കിസ്ഥാൻ ഗവൺമെന്റ് യുവാക്കൾക്ക് കുതിര വിടാൻ കൊടുത്തതിൽ നമുക്കൊന്ന് കയറാം. ആരൊക്കെ നിന്റെ ഇപ്പം ഞാൻ ഇതാ ഇങ്ങനെ ബാക്കിൽ പോവാം. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ അമ്മായി അൽമാട്ടി ഇത് നമ്മളെ ഭാഷയിൽ നമുക്ക് നോക്കുമ്പോ ആമാമ എന്നൊക്കെ ചിലപ്പോൾ കാണും. പക്ഷെ ഇത് അൽമാട്ടി എന്ന് ഇവരെ ഭാഷയിൽ എഴുതി വെച്ചതാണ്. ഇവരെ സ്ട്രീറ്റ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് അവിടെ കാണിച്ചു കൊടുക്ക്. അവിടെ എന്തോ ഒരു വലിയ കെട്ടിടമുണ്ട്. ഇവിടുത്തെ താജ്മഹലാണെന്ന് തോന്നുന്നു. ഇനി അവിടെ കുറേ ലൈറ്റും പരിപാടിയും, അതായത് സ്ട്രീറ്റ്സിൻ്റെ സൈഡൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട്. എനിക്കെല്ലാം ഇഷ്ടമായി. അതായത് അവിടെ റോഡ് കുറച്ചും നടക്കാനുള്ള സ്ഥലം ഒരുപാടാണ്. അവിടെ ഒരു മരം, ആ മരം ഇതിവിടെ ഈ മഞ്ഞുകാലത്ത് മാത്രം കണ്ടുവരുന്നൊരു വയലറ്റ് മരം. കുതിര അങ്ങോട്ട് പിടിച്ചോ. അടുത്ത് ഇത് റോബോട്ട് കുതിര കഴുതേ അപ്പം ആൾക്കാര് കഴുത സവാരി ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ക്രിസ്മസ് പ്രമാണിച്ചുകൊണ്ട് ഇവർ തയ്യാറാക്കിയതാണ്. ലൈറ്റപ്പ് ചെയ്തതാണ്. അവിടെ ഒരു ബിൽഡിങ് ഫുള്ള് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ടാ. ഓ സുഹൃത്തുക്കളെ, ഇവിടുത്തെ തണുപ്പ് ചിത്തൻ പറയണ പോലെ ചിത്രൻ പറയണ പോലെ ചിത്രൻ സുഹൃത്തുക്കളെ, ഇവിടുത്തെ തണുപ്പ് ഒന്നൊന്നര തണുപ്പാണ് സുഹൃത്തുക്കളെ. അവിടെ ഒരു ബിൽഡിങ് ഇതാ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാ. ലൈറ്റിൽ കുളിപ്പിച്ചാണ്ട് ഒരു ബിൽഡിങ് വെച്ചിട്ടുണ്ടാ. അതായത് ഈ ബിൽഡിങ് ഉണ്ടാക്കിക്കണ സിമെന്റ് കൊണ്ടല്ല, ലൈറ്റ് കൊണ്ടാണ്. ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി. ഓഹോ, ഇത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ, ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി. ഇവിടെ ഇപ്പൊ ആള് വരും കേട്ടോ. ആളാ വരുന്നേ നല്ല അടിപൊളി സ്ട്രീറ്റ്സ് ഇട്ടാ. അതാ കുതിര വരുന്നുണ്ട്. കുതിര നമുക്ക് കുതിരന്റെ അടുത്ത് പോയോക്കാം. കുതിരേ ദിക്റുവാടി കുതിരേ, സുബ്ഹിക്ക് മിനാരത്തിൽ വലം വെച്ച് പറക്കണ ദിക്റുവാടി കുതിരേ നീ ചൊല്ലി. നിറമേലാപ്പുള്ളൊരാകാശത്തിൽ വട്ടമിട്ട് പറക്കുമ്പോൾ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലി. മതി. അല്ലാ യല്ലാന്ന് പറയുന്നുണ്ട്. ബാക്കിൽ കൈതാളെ കൊണ്ടുവരാണ്. നിനക്കറിയില്ല ഉണ്ടാ ഇവിടുത്തെ വണ്ടി വേണ്ട. കൈതിയും കുതിരയൊക്കെ ഹാൻഡിൽ ചെയ്യണ പോലാണ്. കുതിരേ വേണ്ട, കൈത ഹൈറ്റില്ലടാ തീരെ. നമ്മള് പട്ടീന്റെ മേത്ത് പോണ പോലെ ഉണ്ടാവും. കുതിര സെറ്റാ. അപ്പൊ കുതിരന്റെ മേത്ത് കയറി പോണവർക്ക് കുതിരന്റെ മേത്ത് പോയി കുതിര വിടാ. കൈതന്റെ മേത്ത് കയറി പോണവർക്ക് കൈതന്റെ മേത്ത് കയറി കൈത വിടാ. ഈ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാകുന്നുണ്ടോ കൈതനെ? കുതിര
തൊട്ടോക്കണേ കുഴപ്പമൊന്നുമില്ല, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. കാക്ക എന്തിനാ ഫോട്ടോ എടുക്കണേ? കൈത കുത്താൻ വന്നേ. ഹായ് കൈതേ. കൈത പറഞ്ഞാൽ നമ്മളെ അരക്കറ്റ ഹൈറ്റ് ഉള്ളട്ടാ. വേണ്ട എനിക്ക് അത്ര വലിയ സാഹസികതകൾക്ക് വലിയ താല്പര്യമില്ല, ഇഷ്ടമില്ല, പേടിയിട്ടില്ല. ഏയ് ഷാനോ ജി കയറി കൈതപ്പുറത്ത്, എന്നിട്ടെന്താ ബാക്കി കൈത കാട്ടിക്കൊളിച്ചൊന്നും കണ്ട കൈതൊരു കോട്ട വിട്ടു. എത്ര 2000 അറിയാം? എത്ര 300 രൂപ അല്ലേ? 300 രൂപ കൈത കോട്ട വിട്ടാ. ഒരു ഫോട്ടോ എടുത്തോ കൈതനെ വിത്ത് കൈത ചില്ലിങ് വിത്ത് ഡോങ്കി. ബാക്കിൽ വന്നിട്ട് പേടിപ്പിച്ചില്ല. എനിക്ക് കൈതന്റെ പേര് തമ്മിൽ എടുത്തരോ? ആ ഇത് കരടിക്കുതിര. ആ അതന്നെ അതിന്റെ സൗണ്ട് ഉണ്ടാക്കി തോക്കെടുത്തിട്ട് കാക്ക നിങ്ങളെ ഇതൊക്കെ കൈത തിന്നണതാ കാക്ക. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയൊക്കെ പൈസയും കൊടുക്കും. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയൊക്കെ കൈത തിന്നിട്ടാ. വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ഫുള്ള് സമ്മാനങ്ങൾ കൂട്ടിയിട്ടേക്കും, വണ്ടികൾക്കൊക്കെ എടുക്കട്ടാ. വല്ലാത്തൊരു നാട്, വേറെ തന്നെ ഒരു നാടിട്ടാ. ആ വണ്ടിയാണ് മഞ്ഞ് ക്ലിയർ ചെയ്യണ വണ്ടിട്ടാ, ട്രാക്കിൽ നടക്കണ അല്ലേ മഞ്ഞ് ക്ലിയറിങ് വണ്ടി. ഷബാനൊക്കെ ഉണ്ടല്ലോ ജീവിതത്തിൽ നിന്ന് തണുപ്പ് നഷ്ടപ്പെട്ട കൂട്ടത്തിലുള്ള വിഭാഗങ്ങളാട്ടോ. അതായത് ഞങ്ങളൊക്കെ ഇത്ര കട്ടിയുള്ള ജാക്കറ്റ് ഇടും, ഞങ്ങൾക്ക് തണുത്തിട്ട് ചെയ്യാം. ഇവല് ഇങ്ങനെ വള്ളിക്കുപ്പായ ഇട്ടിട്ട് സീനില്ലല്ലോ, തണുപ്പില്ലല്ലോ. അപ്പൊ അഡാപ്റ്റ് ആയ ആൾക്കാർ ഇവർക്ക് തണുപ്പ് വിഷയമല്ല. എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടപ്പെട്ടത്. ഇനി നമുക്ക് കുതിരന്റെ കൂടെ ഒരു തമ്മിൽ എടുക്കാം. അപ്പൊ സുഹൃത്തുക്കളെ ഉസ്ബെക്കിനീസ് ഊഞ്ഞാല ഇതിവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കസക്കിനീസ് കൺട്രി മാറി പോകുന്നുണ്ട് ഇടക്ക്. അപ്പൊ കസക്കിനീസ് ഊഞ്ഞാല നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഇത് കടന്നിട്ടല്ല ആടുക. ഷാനോ ആട്ടിക്കൊണ്ടാ. ഷാനോ എടാ ഇവിടെ ആസ്പത്രി ചെലവ് കൂടുതലാട്ടോ ഇവിടെ. എടാ സാനിയോ സമയമടുത്തു ദൈവമിതാ. ഓ ആകാശം കണ്ടാടാ. കുതിരട നീ മതി. അപ്പോൾ നമ്മളിപ്പോൾ ആടിയത് കസക്കിനീസ് ഊഞ്ഞാലിയിലാണ്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മനോഹരമായ ഊഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി ഷാനു കടന്ന് ആടുന്നുണ്ട്. ഞാൻ ആട്ടിയരടാ. ഇല്ലേ പോണില്ലാന്ന്. എന്താ കൊഴപ്പില്ല ഷാനോ. മതി ഇനി മലന്നടിച്ച് വെക്കും. ഇഞ്ഞാട്ടെ മലന്നടിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ ആടിയത് കസക്കിനീസ് ഊഞ്ഞാലിയിലാണ്. ഭയങ്കരമായ നല്ലൊരു അനുഭവം. പറ്റാണെങ്കിൽ നാട്ടിൽ അങ്ങനത്തെ ഒരു ഊഞ്ഞാൽ ഉണ്ടാക്കണം. കടന്നാടുന്നു. ഷാനു എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ഹൃദയമടിപ്പ് ഇങ്ങോട്ട് കേൾക്കുന്നു. നമുക്ക് മെട്രോയിൽ പോവാം. ഗവൺമെന്റ് പിടിച്ച് ഏത് വാശിയിലാ സംസാരിക്കേണ്ടതെന്നും കൂടി എനിക്കറിയില്ല കേട്ടോ. പോലീസ് വന്ന ജാമ്യം നിൽക്കാൻ പോലും വയ്ക്കൂല കേട്ടോ. ഭാഷ അറിയണം. എടാ ഷാനുവന്ന് ഓക്ക് മനസ്സിലായിട്ടെന്നെ
ഷാനു അത് കണ്ടേ അവിടുന്ന് താന്ന് വീണ താഴത്തിലുള്ള പറഞ്ഞത് പറയലും താന്ന് വീകലും ഒപ്പേനിട്ടാ. അപ്പൊ നമുക്ക് സൗദി അപ്പൊ നമുക്ക് മെട്രോ അതൊക്കെ ചെറുക്ക ഒറ്റക്ക് പേര് കേട്ടോ. ഇന്നത്തെ ഓണം കഴിഞ്ഞു പോവാം. ചെക്കന് കൂട്ടത്തില ആരെയും അടങ്ങിട്ട ഒറ്റക്കാടി. അപ്പൊ നമുക്ക് മെട്രോയിലേക്ക് പോവാം. ഇത് വലിയ വലുതാണല്ലോ. ഇത് വലിയ വലുതല്ലേ? ഞാൻ കുറച്ച് താത്തിക്കൊണ്ടാ. എത്ര കാലായി എന്റെ ഇതിന് ശ്വാസം മുട്ടി വലിയണ ഒരൊച്ച വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ മേത്തുനിന്ന്. അങ്ങെത്തിക്കണോ അങ്ങനെ? ചെറിയ കുട്ടികളൊക്കെ നോക്കുക ഏതാണ് ഈ തന്താള് നമ്മളെ മെഷീൻ വന്ന് കളിച്ചെന്നുള്ള മൂന്ന് നോക്കുന്നുണ്ട്. അതാണ് എന്താ ഞാൻ പറഞ്ഞോ കസാഖിസ്ഥാന്റെ കൂടിട്ടാ ഭാഗ്യം. ഫുള്ള് മഞ്ഞും മുടി കിടക്കാട്ടോ അവിടെ. ഇത് നിഹാൽ തണുപ്പ് ലവർ. തണുപ്പിനെ പ്രണയിച്ചുകൊണ്ട് ഒരു മുറിപ്പീസ് ജാക്കറ്റ് ഇട്ട് വന്നിട്ട് ആകെ അടിയിൽ പോയി ഇരിക്കുകയാണ്. ഉള്ളേതാ പോരാതാന്ന് അറിയാതെ തണുത്തിട്ട് ആകെ വറച്ച് സൈഡായിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാൻ കൈകൾ ചലിക്കാത്ത രീതിയിൽ ലെവലിലായിക്കിടും ഇപ്പം. എന്നാലും നമുക്ക് മെട്രോയിൽ പോയേക്കാം. കാക്ക സീനാട്ടോ. എന്തോ കാട്ടും കിട്ടോ, എന്തോ കാട്ടാൻ ശ്രമിക്കണം. ജിംഷ കണ്ടോ എന്തോ കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാം നടക്കോ? ഡ്രിഫ്റ്റ് വടച്ചോനെ മാറുന്നുള്ളി. ആയി കാക്ക മോട്ടറായിക്കണ്ടോ വടച്ചോനെ. സൂപ്പർ. അവിടെ വെച്ചിരിക്കണ്ട. അപ്പം പടച്ചോൻ്റെ അനുഗ്രഹങ്ങൾ റബ്ബേ എത്ര മനോഹരം. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ സ്നോ വരുന്നൊരു സ്ഥലത്ത് നിൽക്കുന്നത്. സംഭവം ഒരുപാട് ഇതെല്ലാം രസമുണ്ട് കേട്ടോ. സംഭവം നൈസ് മൂഡാണ്. ഒരുപാട് തണുപ്പും സാധനങ്ങളും അടിക്കണില്ല. എന്നാൽ നമുക്കിതിങ്ങനെ അനുഭവിക്കാൻ പറ്റുന്ന നല്ല സന്തോഷം. ഇത് കാണിച്ചു നിമിഷ. ഇതിങ്ങനെ ഇതിനെന്താ പറയുക? സ്നോഫ്ലേക്സാ. സ്നോഫ്ലേക്സ് ഇങ്ങനെ നമ്മളെ മേത്ത് നിൽക്കുമ്പം ഭയങ്കര സന്തോഷം. എന്തൊരു മനോഹരം ഈ കാഴ്ച. എനിക്കിനി മരിച്ചാലും വേണ്ടില്ല അങ്ങനെ പറയട്ടെ. ഞാൻ ഇത് കണ്ട് മരിച്ചാൻ വേണ്ടി വന്നല്ല പഠിച്ചാനെ. ആയുസ് നീട്ടി തന്നെ റബ്ബേ. അപ്പം എന്തായാലും ആമീൻ. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മുടെ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും ഇങ്ങനെ സ്നോ ഒക്കെ കാണാനുള്ള അവസരം പഠിച്ചവന് ഒരുക്കി കൊടുക്കുമാറാവട്ടെ. പഠിച്ചവൻ്റെ അനുഗ്രഹങ്ങളെല്ലാം കണ്ട് നമുക്ക് തിരിച്ചു പോകാൻ പഠിച്ചവനിലേക്ക് തന്നെ മടങ്ങാൻ പറ്റുമാറാവട്ടെ ഞാൻ പ്രാർത്ഥിക്കാണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വെരി നൈസ്. ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാണ്. നിഹാൽ ഫസ്റ്റ് ടൈം അല്ലേ? നിഹാൽ ഒരു കുഞ്ഞു അംഗനവാടി കുട്ടി. അംഗനവാടിയിൽ അമൃതപ്പൊടി കൊടുക്കുമ്പോൾ നോക്കി നിൽക്കുന്ന പോലെയാണ് നിഹാൽ എനിക്ക് തോന്നുന്നത്. വെരി നൈസ്. ദിൽഷാദ് ഫസ്റ്റ് സ്നോവാ. എന്നാ അനുഭവിക്കണ വീഡിയോ എടുക്കരുത് പിടി. അനു ചെയ്തോ മേലൊക്കെ നോക്കിയാ. നിങ്ങൾക്ക് ഇറങ്ങിക്ക. സെറ്റല്ലേ? ഓക്കെ. അപ്പം പറയട്ടടാ എനിയാലേ പ്ലീസ്. അപ്പം നമ്മൾ ഇന്നത്തെ മുഖത്ത് മാത്രമേ കിട്ടും. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. അപ്പം പൂർവാധികം അടിപൊളിയായിട്ടുള്ള വ്ളോഗുമായി നാളെ മറ്റന്നാളൊക്കെ ഒരുപാട് കിടിലൻ ആക്ടിവിറ്റീസ് നമ്മൾ ഒരുപാട്
നാളെ മറ്റന്നാളൊക്കെ ഒരുപാട് കിള്ളൻ ആക്ടിവിറ്റീസും കൊണ്ട് ഇതായിരുന്നു. ആക്ടിവിറ്റീസുമായി നമ്മൾ വീണ്ടും മറ്റൊരു വ്ളോഗുമായി വരുന്നതാണ്. അപ്പൊ നമ്മൾ ട്രാവൽ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. കാണുന്നതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ. ഐ ലവ് യു ഓൾ. ബൈ ബൈ.